അയലയുടെ സീസണാണെന്ന് തോന്നുന്നു. ഏത് മീൻകാർ വന്നാലും അവരുടെ കയ്യിലെല്ലാം അയല മാത്രമേ ഉള്ളൂ. പതിവായി വരുന്ന മീൻകാരൻ ഇന്നും അയലയാണ് കൊണ്ടുവന്നത്. വാങ്ങിയ പാടെ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഫ്രൈ ആക്കാനും കുറച്ച് മുളകിട്ട് വെക്കാനുമായി നമ്മൾ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഇവ വഴറ്റിയെടുത്തു. അതിലേക്ക് ഉലുവയും പൊട്ടിച്ചെടുത്തിരുന്നു. നന്നായിട്ട് വഴന്നു വന്നപ്പം അതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഒന്നിച്ചെടുത്താണ് വഴറ്റാനിട്ടത്. ഓരോ പൊടികളും തുറന്ന് എടുത്തു വരുമ്പം ഉള്ളിയും ഇഞ്ചിയെല്ലാം കരിഞ്ഞു പോകും. അതിനാൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് നമ്മൾ ചൂടാക്കി എടുത്തത്. മുളക് പൊടിയുടെ നിറം മാറിപ്പോകാതെ നല്ല ചൂടാക്കി തീ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പം 1/2 സ്പൂൺ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പം ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റി അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അരച്ചെടുത്ത അരപ്പിലേക്ക് കുടംപുളി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരുന്നു. എല്ലാം കൂടി ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തു. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് മീൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ മീൻ കറി വെക്കുന്ന പണിയും കഴിഞ്ഞു. എന്തൊക്കെ പച്ചക്കറികൾ വെച്ചാലും അതിൻ്റെ കൂടെ ലേശം മീൻ കറി കൂടി വേണം. അങ്ങനെ തിളച്ച് വന്ന അരപ്പിലേക്ക് നമുക്ക് മീൻ്റെ പീസെല്ലാം ഇട്ട് കൊടുക്കാം. ഫ്രൈ ആക്കാനുള്ള മീനിലേക്ക് നമ്മൾ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പെരുംജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഇടയ്ക്ക് നമ്മളെ മത്തൻ്റെ ഇലയും പരിപ്പും ചേർത്തൊരു തോരൻ വെച്ചു. പിന്നെ നമ്മളൊരു പുളിശ്ശേരിയും ഉണ്ടാക്കിയിരുന്നു. എന്നത്തെയും പോലെ എണ്ണ ചേർക്കാതെയാണ് നമ്മൾ ഇന്നും മീൻ പൊള്ളിച്ചെടുത്തത്. അടുപ്പിൽ വെച്ച പാൻ നന്നായിട്ട് ചൂടായി വന്നപ്പം അതിലേക്ക് ഒരു പീസ് വാഴയില നമ്മൾ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ മീൻ വെച്ച് കൊടുത്തു. അടപ്പ് ചട്ടി കൊണ്ട് അടച്ചു വെച്ചാണ് നമ്മൾ മീൻ വേവിച്ചെടുത്തത്. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാത്ത നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. കട്ടത്തൈര് നന്നായിട്ട് ഉടച്ചെടുത്ത് വെള്ളം ചേർക്കാതെ കടു താളിച്ചെടുത്തതാണ്. പിന്നെ നമ്മുടെ തോരൻ, തൂവരപ്പരിപ്പും മത്തൻ്റെ കിളിർപ്പുമാണ് നമ്മൾ തോരൻ വെച്ചത്. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ചാറൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചൂടോടെ തന്നെ ആവശ്യത്തിന് ചോറ് വിളമ്പിയെടുത്തു. അതിലേക്ക് നമ്മുടെ മുളകിട്ട അയലക്കറിയും എടുത്തു. പിന്നെ നമ്മുടെ പോഷകപ്രദമായ തോരനും മീൻ ഫ്രൈയും കൂടെ പുളിശ്ശേരിയും. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ